ഇതൊരു പൗഡർ പിങ്ക് കളറാണ്. അതിൽ യോക്കിൽ നോക്കുക ഒരു സെമി സ്റ്റിച്ച് എന്ന് പറയാം കേട്ടോ. അൺസ്റ്റിച്ച് ഫുള്ളി അൺസ്റ്റിച്ച്ഡ് അല്ല, ഇതൊരു സെമി സ്റ്റിച്ച് കേട്ടോ. എഗെയിൻ ഇത് ലൈനിങ് വെച്ച് നമ്മളത് ഷേപ്പ് ആക്കിയാൽ മതി. യോക്കൊക്കെ കറക്റ്റ് നല്ല ഭംഗിയുള്ളൊരു യോക്ക്. അതിൻ്റെ ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് സൂപ്പർ. അത് പ്രീമിയം സ്റ്റൈലിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത്. എഗെയിൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാം ഇങ്ങനെ ഫ്രഞ്ച് നോട്ട് ഇതിൽ നമുക്ക് ഇത് കാണാം, നമ്മുടെ എന്താ പറയുക ഹക്കോബയുടെ പോലെ ആ ഒരു കട്ട് വർക്ക് ക്രോഷോ വർക്ക് മാതിരി അത് ഫുൾ ലെങ്ത് വന്നിട്ടുണ്ട്. എഗെയിൻ ബാക്ക് സൈഡിൽ പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ. പ്രിൻറ്റിങ്ങിന് വളരെ സട്ടിലായിട്ടുള്ളൊരു പ്രിൻ്റായിട്ട് പോയിട്ടുള്ളത്. എഗെയിൻ ഇതിൻ്റെ സ്ലീവ് എഡ്ജിലും ഇതുപോലെ തന്നെ ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ. എഗെയിൻ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഒരു ജോർജറ്റിൽ വന്നിട്ടുള്ള സ്റ്റൈലിൽ ദുപ്പട്ട കേട്ടോ. നീളമുണ്ട്, വീതി അത്ര പാകത്തിൻ്റെ. എഗെയിൻ കണ്ടോ ഇതിൻ്റെ അറ്റാച്ച് ചെയ്തിട്ട് ലേസ് നല്ലൊരു പ്രീമിയം സ്റ്റൈൽ ലേസ് ആട്ടോ. എഗെയിൻ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു സോഫ്റ്റ് കോട്ടണിലാണ്. ഇതിൻ്റെ പ്രൈസ് 2450 ആണ്. നമുക്കൊരു പാർട്ടി വെയർ കൺസെപ്റ്റിൽ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്നൊരു ചുരിദാർ സെറ്റ് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു സോഫ്റ്റ് കോട്ടൺ, ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതൊരു സോഫ്റ്റ് കോട്ടണിൽ. എഗെയിൻ ഇതിൽ കാര്യമായിട്ട് തന്നെ യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല യോക്ക് അത്യാവശ്യം നല്ല വൈഡായിട്ട് ഇത് ഫുള്ളി അൺസ്റ്റിച്ച്ഡ് കേട്ടോ. യോക്കിൽ ഫ്രഞ്ച് നോട്ട് ബുള്ളി നോട്ടൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ യോക്കിന് സൈഡിലൊക്കെ നമുക്കത് കാണാം. നല്ല ഫ്ലോറൽ പ്രിൻറ്റഡ് ആണ്. ഒരു പീച്ച് കളറായിട്ട് വരുന്നത്. എഗെയിൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടി നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് വന്നിട്ടുള്ളൊരു ഷിഫോൺ വന്നിട്ടുള്ളൊരു ദുപ്പട്ട കേട്ടോ. നല്ല അത്യാവശ്യം വീതിയും നല്ല നീളമൊക്കെയുള്ള ദുപ്പട്ട. സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1600 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്.